2009 കാലഘട്ടത്തിൽ ഞാൻ ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടറുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന കാലത്ത് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ശശിധർ സാറ്, ഇന്ന് ആൾ റിട്ടയർഡായി, SP ആയിട്ട് റിട്ടയർഡായി. ആ ശശിധർ സാറിൻ്റെ കൂടെയായിരുന്നു അന്ന് ജോലി ചെയ്തിരുന്നത്. ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ചില സമയത്ത് ഇങ്ങനെ രാത്രി പെട്രോളിങ്ങിന് പോകുന്ന ഒരു സംഭവം, ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ, നമ്മൾ മേൽ ഓഫീസർമാരുടെ കൂടെ പെട്രോളിങ്ങിന് പോകാറുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ഇതുപോലെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലൂടെ പെട്രോളിങ് പോയിരുന്നു. രാത്രി ഒരു 2 മണിക്ക് ശേഷം ദേശമംഗലത്തിനും തലശ്ശേരി ചുങ്കത്തും എന്ന് പറഞ്ഞ ആ സ്ഥലമുണ്ട്. ആ ഒരു പൊന്നാനി സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗങ്ങളാണ്. ആ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ 2 സ്ത്രീകളും ഒരു 3-4 പുരുഷന്മാരും ഇരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തമിഴ് ചൊവ്വയുള്ള ആളുകളായിട്ട് തോന്നും. അങ്ങനെ തന്നെയുള്ള ആളുകളാണ്. അവരുടെ വേഷവും അവരുടെ പ്രവൃത്തിയും സംസാരമൊക്കെ അങ്ങനെയായിരുന്നു. അവർ ഉറങ്ങാതെ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്, 2 സ്ത്രീകളും 4 പുരുഷന്മാരുമായിട്ട്. വണ്ടി നിർത്തി കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവരൊന്നും പറയുന്നില്ല. ഞങ്ങളിങ്ങനെ നാടോടികളാണ് സാർ എന്നൊക്കെ തമിഴിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തോ അവരുടെ പ്രവൃത്തി, നമുക്ക് അവരുടെ കാര്യങ്ങളിൽ, അവരുടെ മൂവ്മെൻറ്റുകളിൽ നമുക്കൊരു ഭയങ്കര സംശയം തോന്നി. അവിടെ തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഇത് അത്ര സുഖമായിട്ടുള്ളൊരു നാടോടികളല്ല. എനിക്ക് അവരുടെ ലുക്ക് കണ്ടിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മൾ മനുഷ്യരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കുറവകളാണോ, കുറവ സംഘത്തിൽപ്പെട്ട ആളുകളാണോ എന്ന് സംശയമുണ്ട് സാർ. നമുക്കെന്തായാലും വെരിഫൈ ചെയ്തിട്ട് വരെ വിടാം. നമ്മുടെ ഇപ്പോൾ ആ സമയത്തൊക്കെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഈ ആക്രമിച്ച് വീടുകൾ കവർച്ച നടത്തുന്ന കുറേ കേസുകൾ ഞങ്ങൾക്ക് റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ. അതങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ആക്രമണം നടത്തിയിട്ട് അങ്ങനെ വീടുകൾ കയറി ഇറങ്ങി പോകുന്ന കുറേ കേസുകൾ അന്ന് റിപ്പോർട്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് എനിക്ക് ഈ കുറവ സംഘത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് സംശയം തോന്നിയത്. അപ്പോൾ CSR പറഞ്ഞു, അങ്ങനെ സംശയിക്കുന്നത് നീ നമുക്ക് പിടിക്കാം, എന്തായാലും ഇന്ന് രാത്രി നമുക്ക് ഇവരെ ഇവിടെ ഇടുന്നത് അത്ര ഉചിതമല്ല, അത്ര ക്ലിയർ അല്ല, നമുക്കെന്തായാലും ഇവരെ പൊക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും കൂടി നമ്മൾ വണ്ടി കയറ്റി. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള എന്തായാലും നമ്മളങ്ങനെ കയറ്റി കൊണ്ടുവരും. ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആളുകളല്ലേ എന്ന് നമ്മൾ സംശയിക്കും. നമ്മുടെ ഉത്തമ ബോധ്യത്തിൻ്റെ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അവരുമായി നേരെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വന്നു. സ്ത്രീകളെ പുറത്തെത്തിയതിന് ശേഷം ഞങ്ങൾ ഈ പുരുഷന്മാരിൽ ഓരോരുത്തരെ വിളിച്ച് ചോദ്യം ചെയ്തു. അവരെന്ത് ചോദിച്ചപ്പോഴും ഞങ്ങളിങ്ങനെ നാടോടികളാണ്, അയ്യാ ഞങ്ങൾക്കൊന്നും തരിയില്ലേ എന്നുള്ള അങ്ങനെ ഉള്ള സംസാരങ്ങൾ മാത്രമല്ല, അത് ഒരു കാര്യം പറയുന്നില്ല. എന്നാൽ ഇവരുടെ അടുത്ത് പ്രത്യേകിച്ച് ബാണ്ടക്കെട്ടും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് കാണും. സാധാരണ നാടോടികളാകുമ്പോൾ അവരുടെ അടുത്ത് ബാണ്ടക്കെട്ടുകളുണ്ടാവും, അവരുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണും. പക്ഷേ ഇതൊക്കെ അങ്ങനെയുള്ള ആളുകളല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും അവർ പറയുന്ന മൊഴികൾ അത്ര ശരിയായി വരുന്നില്ല. അവർ ബഹളം വയ്ക്കുന്നല്ലാതെ യാതൊരു കാര്യങ്ങളും തുറന്നു പറയുന്നില്ല. അങ്ങനെ അന്ന് ദിവസം അവിടെ ഇട്ടു. കൂടുതൽ ചോദ്യം ചെയ്തു, ഓരോരുത്തർ ചോദ്യം ചെയ്തു, ഒന്നും പറയുന്നില്ല. പിറ്റേ ദിവസം പോലീസ് വീണ്ടും പിറ്റേന്ന കാലത്ത് മുതൽ ഞങ്ങൾ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരിൽ ഒരാൾ പറയുന്നത്, സാർ ഞങ്ങളുടെ കൂടെ വേറെ 3-4 പേരുണ്ട്, അവരവിടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി എന്നുള്ള വിവരം പറയുന്നത്. അതിൽ ശങ്കർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു, ശങ്കറിന് പേര് പറഞ്ഞ ഒരുത്തൻ പറഞ്ഞു, സാർ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അതിലൊന്നും അറിയില്ല സാർ, അവർ 3-4 പേര് വേറെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതൊന്ന് എൻ്റെ കൂടെ ഉള്ള എൻ്റെ സുബ്രഹ്മണ്യൻ്റെ മക്കളാണ് സാർ. അതിൽ മുരുകനും രമേശും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 പേര് സുബ്രഹ്മണ്യൻ്റെ മക്കളാണ്. പിന്നെ വേറൊരുത്തൻ്റെ മകൻ കുട്ടനുണ്ട് സാർ എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിൽ ഒരാൾ പറഞ്ഞു, ശങ്കർ പറഞ്ഞു. അപ്പോഴാണ് ഇത് ശങ്കറാണ്, മറ്റേ സുബ്രഹ്മണ്യനാണ്, വേറെ ആൾക്കാർ പുറത്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കുറവ സംഘം തന്നെയാണ്, ഇവർ മോഷണത്തിന് പോയിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായി. അന്നവിടെ ഇട്ടു. അന്ന് രാത്രി വീണ്ടും മറ്റൊരന്വേഷിച്ച് പോയി. അവിടെ ഒരു തലശ്ശേരിക്കും അതുപോലെ തന്നെ ദേശമംഗലത്തിന് ഇടയിൽ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു കോളനി ഉണ്ട്. അവിടെ ഇവരുടെ 2 പേര് ആ കോളനിയിൽ താമസിക്കുന്നുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും. അവരുടെ കെയർ ഓഫിലാണ് ഇവർ വന്നിട്ട് അവിടെ ഒരു ചെറിയ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിക്കുക. അവർക്ക് അവിടെ അമ്മികൊത്തലും കാര്യങ്ങളും പണികളാണ്. അങ്ങനെ അതിൽ അവരെ പിടിച്ച്, അവരവിടെ സ്ഥിരതാമസമുള്ളതിൻ്റെ പേരിൽ അവരെയും പിടിച്ച് വന്നു നോക്കിയപ്പോഴാണ് നമുക്ക് ഈ മുരുകനും രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും വേറെ 2 പേരും കുട്ടൻ, ഇവരൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് കണ്ടെത്തി നമ്മൾ അവരെ പിടിച്ച് വരുമ്പോഴാണ് നമുക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടുതൽ അറിയുന്നത്. അവരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ്. അപ്പോഴാണ് കുറവാസിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന പോലെ
കുറവാസ് എന്താണെന്നുള്ളത് നമ്മളുടെ അവരുടെ സ്വഭാവങ്ങൾ നമുക്കറിയാം. പക്ഷേ അവർ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പേടിപ്പെടുത്തുന്നത്. ഇവർ ആളുകളുള്ള വീടുകളിൽ മാത്രമാണ് കയറുക. ആളുകളുള്ള വീടുകളിൽ ഇടിച്ചു പൊളിച്ചങ്ങ് കയറുകയാണ്. അപ്പോൾ ആളുകൾ അറിയില്ല. ഇടിച്ചു പൊളിച്ചങ്ങ് കയറിയിട്ട് അവരുടെ ആഭരണങ്ങൾ വലിച്ചു പൊട്ടിക്കുക, അലമാരകളിലുള്ളത് എടുക്കുക, ആക്രമിക്കാൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ എണീറ്റിട്ട് വരുന്നുണ്ടെങ്കിൽ കയ്യിൽ കരുതിയിട്ടുള്ള കല്ല്, വടി, ഇതുപയോഗിച്ചിട്ട് അവരെ ആക്രമിക്കുക, മാരകമായി പരിക്കേൽപ്പിക്കും, കൊലപ്പെടുത്തും. ഈ മുരുകൻ എന്ന് പറഞ്ഞ ആൾ, മുരുകൻ പിന്നീട് നമ്മൾ അന്വേഷിച്ചിട്ടും അവരുടെ കൺഫെഷൻ പ്രകാരം മുരുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നിരവധി കേസുകളിലെ മർഡർ കേസ്, കൊലക്കേസ് അടക്കമുള്ള നിരവധി കേസുകളിലെ പ്രതിയായിരുന്നു തമിഴ്നാട്ടിലെ. കുറവ സംഘത്തിൽപ്പെട്ട ആളാണ്. ഇവരെ ഞങ്ങൾ പിന്നെ ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് നിരവധി കേസുകൾ തെളിയിക്കാൻ പറ്റിയത്. ഞങ്ങൾക്ക് 47 കേസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 47-48 കേസുകൾ ഈ പ്രതികൾ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്, പല സ്റ്റേഷൻ ലിമിറ്റിലുള്ളത്. ഇത് വെരിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് വെരിഫൈ ചെയ്യണമെങ്കിൽ പ്രതികളുമായിട്ട് പോകുമ്പോൾ അവർക്ക് റോഡ് വഴി സ്ഥലം അറിയില്ല. നമ്മൾ പാടം വഴി, ഈ പാടത്തു കൂടെ കയറി മറ്റേ പാടം കരയെ കയറുന്ന വരെ പാടം വഴി പോയാലാണ് ഇവർക്ക് വീട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ കിലോമീറ്ററുകളോളം ഇവരെ കൺഫെഷൻ പ്രകാരം ഇവരുമായിട്ട് നയിക്കുന്ന പ്രകാരം ഇവരുടെ ഒപ്പം നമ്മൾ പോവാണ്. ഇടയ്ക്ക് ഇവർ വയലൻ്റ് ആകുമ്പോൾ നമ്മളതിനനുസരിച്ച് ബലം പ്രയോഗിക്കും. അങ്ങനെ കരയ്ക്കാണ് കയറി അവിടെ പാടത്തിനോട് ചേർന്നിട്ടുള്ളൊരു വീട് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം അപ്പുറത്ത് റോഡ്, നമുക്ക് ജീപ്പിൽ വരാവുന്ന സ്ഥലമാണ്. പക്ഷേ അവർക്ക് അതിലേ പോയാൽ വഴി അറിയില്ല, അവർക്ക് അതിലേ പോയാൽ വീട് കാണിച്ചു തരാൻ പറ്റില്ല. ആ വീട് കാണിച്ചു തരും. നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ വീട്ടിൽ കളവ് നടന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് ഇത്ര പവൻ സ്വർണ്ണം പോയി സാർ, ഇന്ന പോയി എന്ന് പറയും. ഈ സ്വർണ്ണമൊക്കെ മേടിക്കാൻ ഇവരുടെ കയ്യിൽ വേറെ ഏജൻറ്റുമാരുണ്ട്. അത് നമുക്ക് കിട്ടില്ല, അവരെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഇവർക്ക് ജാമ്യം എടുക്കാനും ഒക്കെ ഇതിനും ആളുകളുണ്ട് ഇവർ. പക്ഷേ ഇവർ ജീവിക്കുന്നത് ഈ ക്വാർട്ടേഴ്സിലാണെങ്കിൽ തന്നെ ഇവർ കൂടുതലും കഴിയുന്നത് പാടവരമ്പുകളിൽ, പാടത്തിൻ്റെ സൈഡിലാണ്. അവരങ്ങനെ താവളം അടിച്ചിട്ട് അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ. ഒഴിഞ്ഞ പറമ്പുകളിൽ അങ്ങനെ കഴിഞ്ഞു കൂടുന്ന. അപ്പോൾ എന്നിട്ട് കീരിയെ, അതുമാതിരിക്ക് മറ്റേ ഈ ആമ, കീരി, പ്രാവ് ഇവറ്റിനെയൊക്കെ പിടിച്ച് ചുട്ട് തിന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവരുടെ നാട്ടിൽ കുറവാസ്, SC, ദ്രാവിഡർ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കുറവാസ് എന്ന് തന്നെ പറയും. പക്ഷേ ഇവർ ഭീകരമായിട്ട് ആക്രമിക്കും, കൊലപ്പെടുത്തും, മറ്റ് സ്ത്രീകളെ ഉപദ്രവിക്കും. ഇതിൽ തൃശ്ശൂർ, അതുപോലെ തന്നെ തിരുവില്ലാമലയിലെ പട്ടിപ്പറമ്പ്, എൻ്റെ ഓർമ്മകൾ 2009 അപ്പോൾ പട്ടിപ്പറമ്പ് അതുപോലുള്ള കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു അറിഞ്ഞപ്പോൾ സ്ത്രീകൾ പറയുന്നുണ്ട്, സാർ ഇവർ ഞങ്ങളെ ബോധം കെടുത്താൻ ഞങ്ങളുടെ ശരീരത്തിലേക്ക് എന്തോ എണ്ണ ഒഴിക്കുന്നുണ്ട് സാർ, എന്തോ എണ്ണ ഒഴിച്ച് ഞങ്ങളെ ബോധം കെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി സാർ, ഈ സംഭവമൊക്കെ നടന്നിട്ട് ഞാൻ ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തോ ഓയിൽ പോലെ എന്തോ ഒഴിച്ചിട്ടാണ് കാണുന്നത് എന്ന് പല സ്ത്രീകളും ഇങ്ങനെ ഞങ്ങളോട് മൊഴി പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് ഇവരോട് ചോദിച്ചപ്പോൾ ഈ ശങ്കർ പറയാണ്, സാർ അത് ഓയിൽ ഒഴിക്കുന്നതല്ല സാർ കുട്ടപ്പൻ അത് ഈ സ്ത്രീകളെ കാണുമ്പോൾ വൃത്തികേട് ചെയ്യുന്നതാണ് സാർ. അങ്ങനെ അത് അവരുടെ ഭാഷയിൽ അവർ പറഞ്ഞു. നമുക്കിപ്പോൾ അത് ഓപ്പൺ ഇതിൽ പറയാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് പറയാതിരിക്കുന്നത്. അങ്ങനെ വൃത്തികേട് ചെയ്യുന്നതാണ് സാർ എന്നുള്ള വിവരങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ ഞെട്ടിച്ചത്. അപ്പോൾ ഈ സ്ത്രീകൾക്ക്, പാവം സ്ത്രീകൾക്ക് അറിയുന്നില്ല. പലരും പറഞ്ഞു, ഞങ്ങൾ CSRോട് എന്നോടൊക്കെ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, അവരെന്തോ ഞങ്ങളെ മയക്കി കിടത്താൻ വേണ്ടി ഓയിൽ ഒഴിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ പറയുന്നത് ഓയിലല്ല സാർ, ഇത് ഇങ്ങനെ ചെയ്യുകയാണ്, അതിലൊരു പ്രതി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ നിരന്തരമായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്ത് ഈ ആക്രമിച്ച് വീട് അടിച്ചു പൊളിച്ച് ഈ കൊണ്ടുവരുന്ന സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് അത് കള്ളു കുടിക്കുക, ഈ സ്വർണത്തിൻ്റെ വില എന്താണെന്ന് അറിയില്ല, അത് കൊടുക്കുക, അവർ കൊടുക്കുന്ന പൈസ മേടിക്കുക, വീണ്ടും അടുത്ത മറ്റേ സ്ഥലങ്ങളിലേക്ക് നീങ്ങുക, അവിടെ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾ. ഇവർക്ക് നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ പ്രതികളൊക്കെ നമ്മൾ ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് 47 കേസൊക്കെ രജിസ്റ്റർ ചെയ്തു. ഈ മുരുകൻ എന്ന് പറഞ്ഞ കുറച്ച് ഭീകരനാണ്. മുരുകന് കാര്യങ്ങൾ തുറന്നു പറയില്ല. അങ്ങനെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ 1-2 കേസുകൾ ചെയ്തിട്ടുള്ളതായിട്ട് വിവരം കിട്ടി. അവൻ്റെ കൂട്ടുപ്രതികൾ പറഞ്ഞു ഇവൻ പറയില്ല. ഇവനുമായിട്ട് ഞങ്ങൾ അങ്ങനെ ചേലക്കരന്ന് ഒരു ദിവസം കസ്റ്റഡിയിൽ മേടിച്ച പ്രതികളൊക്കെ റിമാൻഡ് ചെയ്തതിനു ശേഷം കസ്റ്റഡിയിൽ മേടിച്ചു. അതിനുശേഷം ഈ പ്രതികളായിട്ട് മുരുകനായിട്ട് ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് വരികയാണ്. ഇവൻ പറയുന്നില്ല, പക്ഷേ മറ്റു കൂട്ടുപ്രതികൾ പറയുന്നുണ്ട്, ഇവനട്ടെ പറയുന്നില്ല. ഇവൻ അത്ര ബോൾഡാണ്, ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഭീകരനാണ് മുരുകൻ. ഒരു 2 മർഡർ കേസൊക്കെ തമിഴ്നാട്ടിലുണ്ട് അവന്. അപ്പോൾ അവനുമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം കരുതി. അപ്പോൾ റിവാൾവറിൽ പിസ്റ്റൾ എടുത്തു.
അതിനെ മറ്റേ അതിൻ്റെ എംപ്റ്റി പൗച്ച് മാത്രം എടുത്തിട്ട് വെച്ച് ഒരു കാടിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഈ പൗച്ച് എടുത്തിട്ട് ഞാൻ അരയിൽ വെച്ചു, പോക്കറ്റിൽ വെച്ചു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എൻ്റെ ഒപ്പമുള്ള പോലീസുകാരും ഇറങ്ങി. എന്നിട്ട് മുരുകനെ താഴ്ത്തിറക്കിയിട്ട് മുരുകൻ്റെ ഹാൻഡ് കപ്പ് അഴിച്ചു. ഒരു 100 രൂപയും മുരുകൻ്റെ കയ്യിൽ കൊടുത്തു. മുരുക, നീ രക്ഷപ്പെട്ടോ, പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല, നീ രക്ഷപ്പെട്ടോ, ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് 100 രൂപയും കൊടുത്ത് മുരുകനെ ഹാൻഡ് കപ്പ് അഴിച്ചു. മുരുകന് തമിഴ്നാടാണെന്ന് പറയുന്നത് മുരുകൻ എൻകൗണ്ടറാണെന്ന് കരുതിയത് മുരുകൻ പിന്നെ അവിടെയും കടന്നിട്ട് എൻ്റെ കാലിലെ കെട്ടിപ്പിടിച്ചു. കാപ്പാത്ത് സാർ, കാപ്പാത്ത്, ഞാൻ എല്ലാം സൊല്ലാം എന്ന് പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു മുരുകൻ. ആ മറ്റേ മർഡർ കേസിലെ പ്രതിയാണ്, അത്ര ഒരു കുറവേന്നുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോയി. അവൻ്റെ എല്ലാം പോയി. അവൻ കരുതി അവനെ ഷൂട്ട് ചെയ്യാൻ പോവാണ്, അവനെ കൊല്ലാൻ പോവാണ്. ഒരു കാടിൻ്റെ പ്രദേശമാണ്, ഒരു കാട് പുറകേക്ക് നമ്മൾ പത്തനംതിട്ടയ്ക്ക് വരുന്നുള്ള സമയത്താണ്. പക്ഷേ അവനെ ഓടിയാൽ ഞങ്ങൾ പെട്ടത് തന്നെ. ഞങ്ങളൊരു പരീക്ഷണം നടത്തിയതാണ്. തമിഴ്നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ, ആന്ധ്രയിലൊക്കെ അങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മളൊരു പരീക്ഷണം നടത്തിയതാണ്. വെറുതെ എൻ്റെ കയ്യിൽ തോക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, തോക്കിൻ്റെ പൗച്ച് മാത്രമേ ഉള്ളൂ. തോക്കിൻ്റെ പൗച്ച് എടുത്ത് വെച്ചിട്ട് കാട്ടിയപ്പോൾ അവൻ 100 രൂപയും കൊടുത്ത് ഹാൻഡ് കപ്പ് അഴിച്ചപ്പോൾ അവൻ കാലങ്ങ് വീണു. കെട്ടിപ്പിടിച്ച് ഞാൻ എല്ലാം പറയാം സാർ എന്ന് പറഞ്ഞിട്ട് കുറേ കേസുകൾ അവൻ പറയലും, പത്തനംതിട്ടയിലത്തെ ആ കേസ് പറഞ്ഞ് അവനെ ആ വീട് കാണിച്ചു തരലും, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് കുറവാസ്. അപ്പോൾ അവന് ആ കാര്യത്തിൽ അവന് പേടിയുണ്ട്. അപ്പോൾ അത് അവന് ബോധ്യമുണ്ട്, പോലീസ് അങ്ങനെ ചെയ്യും എന്നുള്ള. തമിഴ്നാട് പോലീസിൻ്റെ കുറേ കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞതിൻ്റെ പേരിലാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഈ കുറവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുറവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജാതിപ്പേര് പോലെ ഒരു വിഭാഗം ആളുകളാണ്. അവരുടെ കുലത്തൊഴിൽ പോലെയാണ് അവർ ഈ മോഷണം, അവരുടെ ജീവിത രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ. ഒരു ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലോട്ട് ഇങ്ങനെ പാടങ്ങളും തോടുകളും വഴി ഒഴിഞ്ഞ പറമ്പിലൊക്കെ ജീവിച്ച്, കീരിയ ആമയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുട്ടു തിന്നും അങ്ങനെ ജീവിച്ച്, സ്ത്രീകൾ വളരെ വളരെ നേരത്തെ അവരെല്ലാവരും കല്യാണം കഴിച്ച് കുട്ടികളായി, ആ കുട്ടികളുമായിട്ട് പിന്നെ ഇങ്ങനെ നടന്ന് അങ്ങനെ. കല്യാണം എന്ന് പറഞ്ഞാൽ വിവാഹ പരിപാടിയൊന്നുമില്ല, അവർ കൂടിയായിട്ട് ജീവിക്കുന്ന സ്വഭാവമാണ്, കൂടി ജീവിക്കുന്നതാണ്. അതിൽ കുട്ടികളുണ്ടാവും, അത് മരിച്ചു പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു നാടോടി വിഭാഗം ഒറ്റ ആളുകളാണ് ഈ കുറവാസ്. എന്നാൽ ഭീകരന്മാരാണ്, ഇതുപോലെ ആക്രമിക്കും, സ്ത്രീകളെ ആക്രമിക്കും. അവർക്ക് എന്ത് ചെയ്യുന്നുള്ള ആ ഇതുമില്ല, കല്ലൊക്കെ എടുത്ത് അങ്ങ് വെട്ടും. ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് പൊളിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ നമ്മൾ ആട്ടുകല്ല്, ഈ ആട്ടുകല്ല് എടുത്തു കൊടുത്തിട്ട് ഒരു വലിയ സാരിയിൽ കെട്ടി, 4 കെട്ടൊക്കെ കെട്ടി, ആ സാരീനെ എടുത്തിട്ട് സൺസൈഡിൻ്റെ ഹുക്കിൽ കെട്ടി, അങ്ങനെ ആട്ടുകല്ല് ഹുക്കിൽ പൊട്ടിയിട്ട് അത് ആട്ടുകല്ല് അങ്ങ് ആട്ടി ഒറ്റ വിടലാണ്ട് വിട്ടു. അപ്പോൾ ബാക്ക് ഡോർ അങ്ങ് പൊളിഞ്ഞ പോയി. മനസ്സിലായില്ലോ? അങ്ങനെയുള്ള ഭീകര കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരവർ. എങ്ങനെയെങ്കിലും അവർ പൊളിക്കും, അങ്ങനെ ചെയ്യുന്നവരാ. പക്ഷേ ഇവർ കുറച്ച് കാലം ജയിലിൽ കടന്നു കഴിഞ്ഞാൽ ഇവരാരൊക്കെയോ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് കോടതിയിൽ ഇടപെടാൻ പറ്റുന്നതല്ലല്ലോ. കാരണം ഒരു സാമാന്യ ഇതിൽ 3 മാസം കടന്നു കഴിഞ്ഞാൽ നോർമൽ ബെയിൽ എല്ലാവർക്കും കൊടുത്തോളാം. അപ്പോൾ ജാമ്യക്കാർ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മോഷണ കേസുകളിലും ഒക്കെ ജാമ്യക്കാർ വന്നു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കും. പിന്നെ ട്രയലിൽ പിന്നെ അവരെ കിട്ടില്ല, ചിലർക്ക് പിന്നെ അവരെ കിട്ടില്ല. പിന്നെ അത് LP ആയിട്ട് അങ്ങനെ കടന്ന് പിന്നെ ഒരു നാടോടികൾ എവിടെ പോയി എന്ത് പോയി എന്നറിയില്ലല്ലോ. അങ്ങനെ ഈ സംഭവത്തിലും ഈ കേസുകളൊക്കെ 47 കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഈ കേസുകളിലെ റിക്കവറിയും കാര്യങ്ങളും ഈ സേട്ടുമാരുടെ നിന്നും പലയിടത്തു നിന്നൊക്കെ മേടിച്ചിട്ടും അങ്ങനെ കൊടുത്ത ആ കേസുകളൊക്കെ നമ്മൾ ചാർജ് കൊടുത്തു. പ്രതികൾ ചാർജ് കൊടുക്കുന്നവരെ റിമാൻഡിലുണ്ടായിരുന്നു, പിന്നീടൊക്കെ അവർ പലപ്പോഴായിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങളൊരു പിടിക്കലുണ്ടായി ഇവരെ. അതൊരു വല്ലാത്ത അവരുടെ ഗ്രാമങ്ങളിൽ പോയിട്ട് പിടിക്കേണ്ട ഒരു അവസരമൊക്കെ ഞങ്ങൾക്കുണ്ടായി. കാരണം ഒരു 2009 ഇവരെ പിടിച്ച് വിട്ടതിന് ശേഷം ഒരു 3-4 വർഷത്തിന് ശേഷമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ മറ്റൊരു മോഷണം നടക്കുന്നത്. ഒരു വലിയ മോഷണം. ഒരു റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥനും റിട്ടയർഡ് ടീച്ചറും ഒറ്റയ്ക്ക് അവർ 2 പേരും കൂടി മാത്രം താമസിക്കുക. മക്കളൊക്കെ വിദേശത്ത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന മക്കളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇവർ കുന്നംകുളം ലിമിറ്റിൽ പെരുമ്പിലാവ് ആ ഭാഗത്താണ് ഇവരുടെ വീട്. ഇവർ 2 പേരും മാത്രം താമസിക്കുന്നതാണ്. അവരുടെ വീട്ടിൽ നിന്ന് ഒരു 800 ഗ്രാം സ്വർണം ഇതുപോലെ മോഷണം പോയി. അന്നത്തെ ദിവസം ആ പരിസരങ്ങളിലുള്ള എല്ലാ വീടുകളിലും ഇതുപോലെ ഈ ആക്രമിച്ച് കടന്ന് മോഷണം നടത്തിയിരുന്നു. പക്ഷേ
ഈ വീട്ടിലും കയറി, ഇവരറിഞ്ഞിട്ടില്ല. ഈ വീട്ടിലും കയറി മോഷണം നടത്തി. ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ മുകളിലുള്ള നിലയിലാണ് ഈ മോഷണം നടന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. അവർ താഴത്താണ് കിടന്നിരുന്നത്. 2 പേരും മാത്രമേ ഉള്ളൂ, ഭാര്യയും ഭർത്താവും മാത്രം. മുകളിലെ ഡോറ് പൊളിച്ച് അകത്ത് കിടന്നിട്ട് അവിടെ അലമാരയിലുണ്ടായിരുന്ന സ്വർണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിന് ഒരു സ്വഭാവമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണാഭരണങ്ങളൊന്നും ഉപയോഗിക്കില്ലെങ്കിലും ആഭരണം ഉപയോഗിക്കണമെങ്കിലും സ്വർണ്ണം അങ്ങനെ മേടിച്ചു കൂട്ടും. ഒരു 2 പേരും പെൻഷനേഴ്സാണ്. പെൻഷൻ പറ്റിയ പൈസ കുറേ ഉണ്ടായിരുന്നു. മക്കളും നല്ല സാമ്പത്തിക രീതിയിലുള്ളതാണ്. മറ്റൊന്നും മേടിച്ചില്ലെങ്കിലും സ്വർണ്ണം കോയിനുകൾ ഇങ്ങനെ മേടിച്ചു കൂട്ടിയിരിക്കുകയാണ്. സ്വർണ്ണ ബിസ്ക്കറ്റ്, സ്വർണ്ണ കോയിനൊക്കെ മേടിച്ചു കൂട്ടി. 100 പവൻ സ്വർണ്ണം, 800 ഗ്രാം സ്വർണ്ണം അത് മുകളിൽ അലമാറയിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ മകൻ ചോദിക്കാറുണ്ട് ഇത്ര, സാർ അച്ഛ എന്തിനങ്ങനെ സ്വർണ്ണമൊക്കെ മേടിക്കുന്നത്, വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നാണ്. അത് കിടന്നോട്ടെ അന്ന് കണ്ട് മേടിച്ച് അലമാരയിൽ വെച്ചു. ഇവർ ഡോറ് പൊളിച്ച് അത് കിടന്ന് ആ സാധനം മോഷണം നടത്തി കൊണ്ടുപോയി. പരിസരത്തൊക്കെയുള്ള എല്ലാ വീടുകളിലും കയറിയിട്ട് ആ ബഹളമൊക്കെ വെച്ചിട്ട് ജനങ്ങളൊക്കെ ഓടിക്കലും പ്രശ്നങ്ങളും ഉണ്ടായി. ഇവരെ കിട്ടിയിട്ടില്ല, ആരും കിട്ടിയിട്ടില്ല. ചില വീടുകളൊക്കെ പൊളിച്ചു. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ മോഷണം പോയി. പിറ്റുന്ന കാലത്താണ് ഇവർ അറിയുന്നത് ഇങ്ങനെ മോഷണം പോയ വിവരങ്ങളൊക്കെ. പരാതിയായി കേസെടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം ആരംഭിച്ചു. ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ, മറ്റുള്ള ഫിംഗർ പ്രിൻറ്റ് എക്സ്പെർട്ടുകളൊക്കെ വന്നു, സീൻ പരിശോധിച്ചു, കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് 2-3 ഫിംഗർ പ്രിൻറ്റ് കിട്ടി. ആ ഫിംഗർ പ്രിൻറ്റ് പരിശോധനയ്ക്ക് അയച്ചു. അങ്ങനെ പരിശോധനയ്ക്ക് അയച്ചു വന്നപ്പോഴാണ് ഒരു പ്രിൻറ്റ് ട്രേസായി വന്നു. ഒരു പ്രിൻറ്റ്, ആ പ്രിൻറ്റ് നോക്കിയപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുണ്ടായിട്ടുള്ള ഒരു കേസാണ്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്. അതിൽ ആരുടെ ട്രേസ് ചെയ്തിരിക്കുന്ന ഒരു മോഷണ കേസാണ്. ആ മോഷണ കേസിൽ വീരപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രിൻ്റാണ് ട്രേസായി വന്നത്. വീരപ്പൻ. അപ്പോൾ അതാരാണ് വീരപ്പൻ, എന്താണ് വീരപ്പൻ മറ്റുള്ള വിവരങ്ങളൊന്നും കിട്ടില്ല. ആ അഡ്രസ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാനും ഇതേമാതിരിക്ക് അന്ന് എൻ്റെ കൂടെയുള്ള നമ്മുടെ സ്ക്വാഡിലെ ഷെയ്ഖ് എന്ന് പറഞ്ഞ പോലീസുകാരനും കൂടി ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പോയി. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ പഴയ കേസ് ഫയലുകൾ കുറേ ബുദ്ധിമുട്ടി തപ്പിയെടുത്തു. അതിങ്ങനെ വായിച്ച് ഓരോന്ന് വായിച്ചു നോക്കിയപ്പോൾ ഈ പ്രതിയുടെ, ആ പിടിക്കപ്പെട്ട പ്രതിയുടെ കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട്, അത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കേസാണ്. അതിലെഴുതിയിട്ടുണ്ട് എൻ്റെ അളിയനാണ് കുളവണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. കുളവണ്ട് എന്ന് പറയുന്നത് എൻ്റെ അളിയനാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കുളവണ്ടിനെ ഞാൻ അറിയും. കാരണം ഈ ശങ്കർ എന്ന് പറഞ്ഞ, നേരത്തെ മുമ്പ് ഞാൻ പിടിച്ചിട്ടുള്ള ശങ്കർ എന്ന് പറഞ്ഞവൻ്റെ അനുജനോ ജ്യേഷ്ഠനോട്ടാണ് ഈ കുളവണ്ട്. കുളവണ്ട് നിരന്തരമായി പോലീസിൻ്റെ പിടിയേറ്റ് അങ്ങനെ എന്തൊക്കെയോ ഇത് പറ്റി കുളവണ്ട് മരിച്ചു പോയിട്ടുള്ളതാണ്. ഒരുപാട് കേസുകളുള്ള ആളാണ് കുളവണ്ട് എന്ന് പറഞ്ഞാൽ കുറവ. തൃശ്ശൂർ ജില്ലയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ഭാഗത്തും കേസുകളുള്ളതാണ് കുളവണ്ട് എന്ന് പറഞ്ഞാൽ കുറവ. അപ്പോൾ എൻ്റെ അളിയനാണ് കുളവണ്ട് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി ഇവൻ കുറവയാണ് എന്നുള്ള വിവരം നമുക്ക് പിടികിട്ടി. അപ്പോൾ അവൻ പറഞ്ഞ അഡ്രസ്സിലേക്ക്, അന്ന് കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക്, അവർ താമസിക്കുന്ന പറമ്പിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുക. ആ അഡ്രസ്സിലേക്ക് നമ്മൾ പോയി. അത് കൊടുക്കുന്നതൊന്നല്ല, പോലീസ് എഴുതുന്നതാണ്. കാരണം അവർക്ക് ഇതൊന്നും പറയാനും പഠിക്കാനൊന്നും അറിയില്ല. അങ്ങനെ അത് പത്തിരിപ്പാല ലിമിറ്റില്ല, പത്തിരിപ്പാല ഭാഗത്താണ് ആ സ്ഥലം ഉണ്ടായിരുന്നത്. കോങ്ങാട് പത്തിരിപ്പാല പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാലക്കാട് ജില്ലയിൽ. ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ തിരിച്ചു. അവരിന്ന് കോങ്ങാട് പോയി. ഈ പറഞ്ഞ പറമ്പിൻ്റെ ആ ഭാഗത്ത് വന്ന് നോക്കിയപ്പോൾ ആ പറമ്പ് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഏതോ ഒരു തമിഴൻ മേടിച്ചതാണ് സാർ. ഇപ്പോൾ അത് അവരൊന്നും വരാറില്ല. അതിങ്ങനെ അന്യാധീനപ്പെട്ട ഒരു കനാലിൻ്റെ പുറമ്പോക്കിൽ പോലെ പറമ്പ് കിടക്കുന്നുണ്ട്. അവിടെ ആരും അറിയില്ല. വീരപ്പൻ എന്ന് പറഞ്ഞ ആളെയൊന്നും അറിയില്ല, ഒന്നും അറിയില്ല ആർക്കും. അപ്പോൾ ഈ കുറവാസാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നമുക്ക് ആ പത്തിരിപ്പാലയിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു തമിഴ് കുറവ താമസിക്കുന്നുണ്ട്. അവൻ ഞാൻ പരിചയമുള്ളതാണ്, മുമ്പുള്ള കേസുകളിൽ പിടിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നേരെ അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവനവിടെ ഇല്ല, അവൻ്റെ അച്ഛനേ ഉള്ളൂ. അവൻ ഇന്ന സ്ഥലത്തേക്ക് പോയിരിക്കുക പറഞ്ഞു. വീണ്ടും അവൻ്റെ അടുത്ത് പോയി അവനെ പിടിച്ചു. എടാ ഏതറ, അവനെ പിടിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ ഏതറ അവിടെ പത്തിരിപ്പാല ഇന്ന ഭാഗത്ത് താമസിച്ചിരുന്ന വീരപ്പൻ എന്ന് പറഞ്ഞ പണ്ട്. വീരപ്പൻ എനിക്ക് തരും സാർ. അവനിപ്പോൾ മറ്റേ ശങ്കറും അവരും രമേശും നേരത്തെ ഞങ്ങൾ പിടിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എല്ലാം കൂടിയിട്ട് ഇപ്പോൾ മറ്റേ കുറ്റിപ്പുറം വളാഞ്ചേരി ഭാഗത്ത് ഇവിടെ മറ്റേ താമസിക്കുന്നുണ്ട് സാർ, അതെനിക്ക് അറിയാം, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഞങ്ങളോട് പറഞ്ഞു. എന്നപ്പോൾ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ പോയിട്ട് വരാൻ സാർ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് വന്ന് അവനെയും കൂടി കൂട്ടി നേരെ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവനെ അന്നത്തെ ദിവസം ചേലക്കര പോലീസ് സ്റ്റേഷനിലിട്ടു. CSR DYSP സാറോട് വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം സാറായിരുന്നു ഒന്ന് DYSP സാറ്. വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്, അവൻ ഈ പറഞ്ഞ ആളെ അറിയും, ഇന്ന ഭാഗത്ത് താമസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, രാത്രി പോകാൻ പറ്റില്ല, രാത്രി പോയാൽ അവരെ കിട്ടില്ല, അവർ കുറവാസാണ്, അവർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഓരോ പരിപാടികളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും സാർ എന്ന് പറഞ്ഞു. ശരി അഷ്റഫ്, അതുപോലെ ചെയ്താൽ മതി. കാരണം അവനവിടെ നിന്ന് സ്റ്റേഷനിലിട്ടു. പിറ്റേന്ന കാലത്ത് അവരുമായി നേരെ വന്ന് കുന്നംകുളത്ത് വന്ന് വേറെയും പോലീസുകാരെ കൂട്ടി. അതൊരു
വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഞാൻ പറയാൻ കാരണം അന്ന് ഇവരൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ പള്ളിയിൽ പോയിട്ടിരിക്കുന്ന ഒരു സമയം ഞങ്ങളൊക്കെ. അപ്പോൾ അവന് വൈകുന്നേരം ഒരു ഉച്ചയോടുകൂടി ഞങ്ങളങ്ങനെ എത്തി. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ താമസിക്കുന്ന ഒരു ചെറിയ ഇടിഞ്ഞു പൊളിഞ്ഞു പോലുള്ളൊരു ക്വാർട്ടേഴ്സ് പോലുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം കാണിച്ചു ഇവിടെ എവിടെയും കൊണ്ടാണ് താമസിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ആ പാടത്തേക്ക് കൂടെയൊക്കെ ഇറങ്ങി നമ്മുടെ പോലീസുകാരൻ മഫ്റ്റിയിൽ ലുങ്കി മുണ്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ കറങ്ങി തലകെട്ടൊക്കെ കെട്ടിയിട്ട് നടക്കുമ്പോൾ പാടത്തിൻ്റെ ഒരു ഓരം ചേർന്നിട്ട് ഒരു തെങ്ങും പറമ്പിനോട് ചേർന്നിട്ട് ഇവർ കുറച്ച് ആൾക്കാർ താവളം അടിച്ചിട്ടിരിക്കുന്നുണ്ട്. അവരെ കണ്ട ഉടനെ അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആക്രമണം ഉണ്ടാവും. അവരെന്തും കിട്ടിയിട്ട് ആക്രമിക്കും. നമുക്ക് പിന്നെ വെടിവെച്ച് വീഴ്ത്താനൊന്നും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ തൂക്കം കൈപ്പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു മറ്റേ പറമ്പിൻ്റെ ഉടമയെ കണ്ടു. ആ പറമ്പിൻ്റെ ഉടമ അവർ കുറച്ച് ദിവസമായി സാറേ അവിടെ അങ്ങനെ ക്വാർട്ടേഴ്സ് താമസിക്കുക, അവിടെ വന്നിട്ട് ഇരിക്കും. അത് ഈ നാടോടികളാണ് സാർ. അത് ഒരു കീരിയൊക്കെ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ ചുട്ടിട്ടിട്ട് നാറിയിട്ട് അങ്ങ് കിടക്കാൻ പറ്റില്ല, അവിടെ അങ്ങനെ ചുട്ട് നിന്നിട്ട് ഇരിക്കുന്നൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വരും, ഞാൻ നിങ്ങളറിയോ, ഞാൻ എന്നെ കാണാറുണ്ട് സാർ, ഞാൻ അവിടെ പോകുമ്പോൾ കാണാറുണ്ട് പറഞ്ഞു. അങ്ങനെ എന്നാൽ അയാൾ മുതലാളിയും കൂട്ടിയിട്ട് തെങ്ങും പറമ്പിൻ്റെ ഭാഗത്തേക്ക് ഈ പോലീസുകാരൻ മെല്ലെ പോയി പോയി നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അവരൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് മറ്റേ ഈ എല്ലാവരെയും കണ്ട് മനസ്സിലായി, ശങ്കറിനെ കണ്ട് മനസ്സിലായി. ഈ പോലീസുകാരനെ അറിയില്ല ശങ്കറിനെന്നും. അങ്ങനെ അവൻ ലുങ്കി മുണ്ടൊക്കെ എടുത്തിട്ടല്ലേ ഒരു നാളികാരം അവിടെ നിന്ന് എടുത്തിട്ട് പോലീസുകാരൻ നേരെ അവർക്ക് ഇട്ട് കൊടുത്തു. അവരത് എടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വളഞ്ഞ് 4 പുറം അങ്ങനെ വളഞ്ഞ് പാടത്തിൻ്റെ നടുക്ക് കൂടെ വന്നിട്ട് ഇവരെ പൊക്കിയെടുത്തു, പിടിച്ചപ്പോൾ ബഹളമായി, അടിപിടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും തള്ളും കാര്യങ്ങളൊക്കെ. ഇവർ ഭയങ്കര കൂക്കും പിടി. പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ നമ്മൾ ആണുങ്ങളൊന്നും ചെയ്യില്ല. പെണ്ണുങ്ങൾ നമ്മൾ വട്ടം പിടിക്കലും ബഹളം വയ്ക്കലും കരച്ചിലും പിടിച്ചിലും ആകെ പ്രശ്നങ്ങളാണ്. അറിയിട്ടാണെങ്കിൽ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്തായാലും ബലം പിടിച്ചു കൊടുന്നു. അതിൽ വീരപ്പൻ ആരാടാന്നൊക്കെ ചോദിച്ചപ്പോൾ വീരപ്പൻ ആളാന്ന് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ പിന്നെ രമേശനും മറ്റുള്ളവർ അവരൊക്കെ നാട്ടിൽ പോയി സാർ. എന്നാ പോയി? അതിനങ്ങനെ പോയി. അപ്പോൾ അവരൊക്കെ നാട്ടിൽ പോയി എന്ന് മനസ്സിലായി. വീരപ്പനെ കിട്ടി. പിന്നെ അതിലൊരു വേറെ പ്രായമായ ഒരാളെയും കൂടി കിട്ടി. അയാളുടെ പേര് ഒരു പ്രായമായ ആൾ, വീരപ്പനെക്കാട്ടിലും പ്രായമുള്ളൊരു തന്തയാണ് കിട്ടിയത്. അപ്പോൾ അവരെ മാത്രം കൊടുന്നു, പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ല. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുന്നു, ചോദ്യം ചെയ്യാൻ തുടങ്ങി. വീരപ്പൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. കാരണം ഈ വീരപ്പൻ തന്നെയാണ് മറ്റേ പ്രിൻ്റ് ട്രേസായ ആളെന്ന് മനസ്സിലായി. അവൻ്റെ പ്രിൻ്റ് എടുത്തു. വീരപ്പൻ ഒരു അക്ഷരം കൺഫസ് ചെയ്യുന്നില്ല. 2 ദിവസമൊക്കെ ഇട്ടതിന് ശേഷമാണ് വീരപ്പനെ കൂടുതൽ ചോദിച്ചപ്പോഴാണ് വീരപ്പൻ പറഞ്ഞത് ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രമേശനും മുരുകനും പിന്നെ വേറൊരുത്തനും കൂടിയുണ്ട്, ഒരു പയ്യൻ. അവനൊക്കെ കൂടിയിട്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ട് സ്വർണ്ണം വിൽക്കാനൊക്കെ ആയിട്ട്. എൻ്റെ സ്വർണ്ണം ഞാൻ വിൽക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണമൊക്കെ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്വർണ്ണമൊക്കെ ഞങ്ങൾ മുറിച്ചു സാർ. അപ്പോൾ നോക്കിയപ്പോൾ ഇവരെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവർ ഈ സ്വർണ്ണക്കട്ടിയൊക്കെ സ്വർണ്ണത്തിൻ്റെ ബിസ്ക്കറ്റൊക്കെ കല്ലിൽ വെച്ചിട്ട് മടാള കൊണ്ട് കൊത്തി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുക, ഓരോരുത്തരുടെ ഷെയർ. അവരവിടുന്ന് ഈ കൃത്യം കഴിഞ്ഞതിന് ശേഷം ഒരു മോപ്പഡ് അവിടുന്ന് അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ട് മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചിട്ട് അതിലാണ് 3-4 പേര് കൂടി ഒരുമിച്ച് വന്ന് ഇങ്ങോട്ട് ഇവരുടെ അവിടത്തേക്ക് എത്തിയത്. ഈ പറഞ്ഞ വളാഞ്ചേരി ഭാഗത്തേക്ക്, കുറ്റിപ്പുറത്തിൻ്റെ ആ ഒരു ഏരിയയാണ്, അവിടെ ഒരു ലോക്കൽ ഏരിയയുടെ പേരാണ്. അവിടേക്ക് വന്നത്. എന്നിട്ട് ഈ മോട്ടോർ സൈക്കിൾ ഇവരെന്ത് ചെയ്തു, ഇതൊക്കെ അവർ ചോദ്യം ചെയ്ത് 3-ാം ദിവസം 2-ാം ദിവസമായിട്ടാണ് ഇവർ ചോദ്യം ചെയ്തിട്ട് ഈ വീരപ്പൻ ഈ വിവരങ്ങളൊക്കെ പറയുന്നത്. മോട്ടോർ സൈക്കിൾ അവിടെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ട് ഈ സ്വർണ്ണമൊക്കെ കത്തി കൊണ്ടൊക്കെ മറ്റേ മട കൊണ്ട് വെട്ടുകത്തി എന്ന് പറയില്ലേ, വെട്ടുകത്തി കൊണ്ടൊക്കെ വെട്ടി മുറിച്ച് കഷ്ണാക്കി ഒക്കെ കൊടുത്ത് അത് വിൽക്കാനാക്കിയിട്ട് അവർ നാട്ടിലേക്ക് പോയി. അവർ മുരുകനും രമേശനും ടീമൊക്കെ അവർ പോയി. വീരപ്പനും ടീമും അതേമാതിരിക്ക് ശങ്കറൊക്കെ ഇവിടെ ഇരുന്നു. ശങ്കറൊന്നും അന്നത്തെ ദിവസം കൃത്യത്തിന് പോയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഷെയറും കാര്യങ്ങളൊക്കെ ശങ്കർ പറ്റിയിട്ടിരിക്കുന്നുണ്ട്. ശങ്കറിന് എപ്പോഴും ഒരു അധികം പണിയെടുക്കാനൊന്നും പറ്റാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമണം പുറത്തിങ്ങനെ വരുന്ന ആളുകളെ എറിയാനും അടിക്കാനൊക്കെ നിൽക്കുന്ന ആളാണ്. ഓടാനും ചാടാനൊക്കെ തീരെ പറ്റാത്ത ഒരു തടിച്ചിട്ടുള്ള ഒരുത്തനാണ്. അവന് പെൺവിഷയത്തിലാണ് കൂടുതൽ താല്പര്യം ശങ്കറിന്. അങ്ങനെ എന്തായാലും എല്ലാവരെയും പിടിച്ചു. അവസാനം ഇവനെ കിട്ടാൻ വേണ്ടി ഇവരുടെ താവളത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അന്ന് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഞാൻ എൻ്റെ മാധവൻകുട്ടി സാറ് എന്നിപ്പോൾ CI ഇപ്പോൾ CBIയിലാണ് ആളുള്ളത്. മാധവൻകുട്ടി സാറ് തുടങ്ങിയിട്ടുള്ള 2 വണ്ടി ആളുകൾ, ഒരു ഇന്നോവ ഒരു സ്വിഫ്റ്റ് പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഇവനെ അന്വേഷിച്ച് പോവുക. ഒപ്പം ഇവനെയും കൂട്ടി ഈ നമ്മളെ നേരത്തെ ചേലക്കരയിൽ നിന്ന് മറ്റേ പത്തിരിപ്പാലയിൽ നിന്ന് പിടിച്ചിട്ടുള്ള കുട്ടനെയും കൂട്ടി. കുട്ടനും ഞങ്ങളെല്ലാവരും കൂടി 2 വണ്ടിയിലായിട്ട് ഈ കുറവ സങ്കേതത്തിലേക്ക് പോവുകയാണ്. മലയിറങ്ങി വന്ന് താഴത്ത് റോട്ടിലെത്തിയപ്പോൾ ആദ്യം പിടിച്ചിട്ടുള്ള അവനെ വിട്ടു. കാരണം അവനെ ഞങ്ങൾ പിടിച്ചത് നാട്ടുകാരെ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവനെ വിട്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി, ഇന്നോവയിലും സ്വിഫ്റ്റിലുമായിട്ട് കയറി. സ്വിഫ്റ്റിൽ കയറി വണ്ടി ഓൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് കണ്ടത്. കാരണം ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു വലിയ മരം മുറിച്ചിട്ട് ഏതോ ഒരു മരം കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഗ്രാമവാസികൾ മൊത്തം വടിയും വെട്ടുകത്തിയും എല്ലാ ആയുധങ്ങളായിട്ട് നിൽക്കുകയാണ്.